ഡയലോഗ് ഉണ്ട്, ആരണ്ട്ര എന്നെ തൊട്ട് കളിക്കാൻ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാനണ്ട്ര എന്ന് പറയുമ്പോൾ ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഇനി ഞങ്ങളെ തൊട്ട് കളിക്കാൻ ആരുണ്ട് എന്ന് പറഞ്ഞവരാണ്. മര്യാദയ്ക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കുറേ പടങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആണ്ട്ര ഇനി ഞങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് വരുവാണ് എന്ന് പറഞ്ഞിട്ട് ഫിയോക്ക് ലാൻഡ് ചെയ്യുന്നത്. അതിന് ആശംസ കൊടുക്കാനായിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് വളരെയധികം സന്തോഷം. ഇവരുടെ ഒരു നല്ല ഉദ്ദേശത്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതിലും വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് വിജയകുമാരേട്ടൻ വിളിച്ചു പറഞ്ഞു വരുമ്പോൾ വെറുതെ വരാൻ പാടില്ല, ഒരു ചെക്കൊക്കെ ഒപ്പിട്ടിട്ട് വേണം വരണം. ഞാൻ പറഞ്ഞു ഒപ്പിട്ട ചെക്കില്ല ഇവിടെ, അല്ല അത് കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടാണെങ്കിലും ഒപ്പിട്ടാൽ മതി എന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരേ ഒരു കാര്യം, നമ്മൾ എത്ര പൈസ വേണമെങ്കിലും തരാനായിട്ട് തയ്യാറാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫിയോക്കിന്. ഇതുപോലെ തന്നെ അടുത്ത മാസം ഞാൻ പടം റിലീസ് ചെയ്യുന്നത്, ഇതുപോലെ തന്നെ എനിക്ക് ആ പടത്തിന് അഡ്വാൻസ് തരേണ്ടതെന്നുള്ള ഒരു കാര്യം കൂടെ ഞാൻ ഈ സദസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പവി, കെയർ ടേക്കർ, ഈ സിനിമ വിജയിക്കേണ്ടത് ഇവിടെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടോ അതിൽ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ദിലീപേട്ടനെ വെച്ചിട്ട് അടുത്ത സിനിമ നിർമ്മിക്കുന്നത് ഞാനാണ്. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും ഞങ്ങളുടെ അങ്ങോട്ടുള്ള അടുത്ത ബിസിനസ്സും. സോ അതിനായിട്ട് ദിലീപേട്ട ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. സോ ഇന്ന് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതിൻ്റെ ഡയറക്ടർക്കും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവർക്കും ഒരു ആശംസ ഒരിക്കൽ കൂടി നേരുന്നു. അതോടൊപ്പം ഫിയോക്കിന് ഒരിക്കൽ കൂടി നന്ദിയും വെൽക്കവും പിന്നെ മറ്റെല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, ആൾറെഡി നമ്മുടെ ലിസ്റ്റിൽ ഒരുപാട് തമാശ കാര്യങ്ങളൊക്കെ പറഞ്ഞുപോയി. പിന്നെ വിജയകുമാർ, ഞങ്ങള് ശരിക്കും പറഞ്ഞാല് മൂന്നും ഒരു പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, എക്സിബ്യൂട്ടർ അങ്ങനെയാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ടർ വിതരണത്തിന് കൊണ്ടുവരും, എക്സിബ്യൂട്ടർ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യും. ഇത് ഞാനും എങ്ങനെ വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. ഇത് എന്ത് പറയുന്നത്, നമ്പർ വൈസ് വരികയാണെങ്കിൽ അങ്ങനെ വരാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഏതായാലും ഫിയോക്ക് സപ്പോസ് ടു ബി ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ദ ഫിലിം ഇൻഡസ്ട്രിയാണ്. അവർ ചുമ്മാ എന്ത് പറഞ്ഞാലും ദാരിദ്ര്യം പറഞ്ഞാലും ഇല്ല. ദേ ആർ ദ റിച്ച് പീപ്പിൾ. ബിക്കോസ് അവരായിട്ട് ഉണ്ടാക്കിയതായിരിക്കാം അവരുടെ ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അവരുണ്ടാക്കിയ പ്രോപ്പർട്ടി അവർക്ക് ഉണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും പടം എടുത്ത് ഓടണം, അത് വേറെ കാര്യം. എനിക്ക് വിജയകുമാറും കാഞ്ചാനി ജാക്കബും കൂടെ അവരുടെ കൂടെ 5-6 പേരും കൂടി ചേർന്ന് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ രംഗത്തിൽ വന്നു. എൻ്റെ ഒരു ആഗ്രഹം അവർ പ്രൊഡക്ഷനും കൂടി വരണം ഇമ്മീഡിയറ്റ് ആയിട്ട്. വന്നാൽ യു വിൽ ബി മേക്കിംഗ് 2020 ദിലീപ് ഉണ്ടാക്കിയതുപോലെ. ദിലീപ് ഉണ്ടാക്കിയെന്നാണ് വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതിനടുത്ത് എൻ്റെ ജോഷിയാണ് ധരിക്കുന്നത്, ഡയറക്ടർ ജോഷിക്ക് അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഒരു പ്രൊഡക്ഷൻ രംഗത്ത് വരിക. യു ആർ മോസ്റ്റ് വെൽക്കം ടു ഓൾ ദ 3 sectors of the film industry. All the best to Fiyok and also to Dilip for Pavi the caretaker. All the best. Thank you.